ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി കത്തിയും കൈക്കോട്ടൊക്കെ ആയിട്ടായാലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 2-3 ചേമ്പിൻ്റെ തള്ള ഉണ്ടായിരുന്നു കേട്ടോ. ചേമ്പിൻ്റെ തള്ള പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മളതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് അതിൻ്റെ ആ തണ്ടുണ്ടല്ലോ, അതാണ് കേട്ടോ സംഭവം. അപ്പോൾ എന്തായാലും അതിങ്ങനെ അതിൻ്റെ വിത്തൊക്കെ എടുത്തുകൊണ്ട് അത് അവിടെ ഒരു മൂലൊക്കെ കൂട്ടിച്ചിന് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വിത്തൊക്കെ എടുത്ത് തീറ്റ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ആ തള്ള ഒന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതൊന്നും കുഴിച്ചിടാനുള്ള പരിപാടിയാണ് കേട്ടോ. കഴിഞ്ഞ കൂറി നല്ല മട്ടം പോലെ വളമൊക്കെ ഇട്ടുകൊണ്ട് നല്ല തടം പിടിച്ചുകൊണ്ട് നമ്മളൊരു വരി തന്നെ കുഴിച്ചിട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ എന്നിട്ട് എന്തായിന്ന് വെച്ചാൽ നല്ലോണം വിത്തൊക്കെ വന്ന് തുടങ്ങുന്ന ആ ഒരു നേരത്തെ തന്നെ പന്നി വന്നുകൊണ്ട് അത് മുഴുവൻ പണി ഒരുക്കി. അതുകൊണ്ട് ഇക്കുറി കുഴിച്ചിടാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ എന്തായാലും പറിച്ച് തിന്നതാണല്ലോ വിത്തൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു തള്ളാന്ന് പറഞ്ഞാൽ തിരുമ്പണ കല്ലിൻ്റെ അപ്പുറമൊക്കെ അങ്ങോട്ട് 2-3 ഉള്ളൂ. അപ്പോൾ അത് അവിടെ അങ്ങോട്ട് പൂത്തി വെച്ചാൽ അഥവാ 2 വിത്ത് ഉണ്ടായാൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മാന്തി കൊണ്ടെങ്ങാണ്ട് കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കുജ്ജൊക്കെ കുത്തിയാണ്ട് കുറച്ച് വെണ്ണൂറൊക്കെ വാരിയിട്ടുകാണ്ട് ആ തള്ള ഇലന്നാണ്ട് കുഴിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. അത് കോഴിക്കളുടെ അടിയിൽ ഇവിടെ മണ്ണൊന്നും ഇട്ടാൽ ഉണ്ടാവുമൊന്നുമില്ല. എന്നാലും അവിടെ മണ്ണിലാണ്ട് ഇട്ടാൽ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവും, ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ആ തള്ളെങ്കിലും പറിച്ചിങ്ങാണ്ട് കൂട്ടുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കാട്ടാം. അല്ലാന്നുണ്ടെങ്കിൽ തണ്ടുണ്ടായാൽ ചേമ്പിൻ്റെ തണ്ട് നമുക്ക് ഉപ്പേരിക്ക ചാറിനൊക്കെ അതും എടുക്കാമല്ലോ. അതൊക്കെ ഒരു കണക്ക് കൂട്ടിങ്ങാണ്ട് ഏതായാലും ആ ഒരു 3 ചെറിയ തള്ള തന്നെയാണ് കേട്ടോ. വലിയ സംഭവമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ എടുത്ത് തിന്നതുകൊണ്ട് അതവിടെ കിടന്നു. അപ്പോൾ അതെന്തായാലും അവിടെ കുഴിച്ചിട്ടുങ്ങാണ്ടേ കോഴിക്കൾ ചെനക്കണിഞ്ഞ് ഒരു പട്ട അതിൻ്റെ മുകളിൽ കൂടെ കൊടുന്ന് നിൽക്കാൻ കേട്ടോ, തെങ്ങും പട്ട. എന്നാൽ പിന്നെ വല്ലാതെ അങ്ങോട്ട് വന്ന് ചെനക്കിങ്ങാണ്ട് അതിൻ്റെ മുരട്ടിലുള്ള മണ്ണൊക്കെ പാടങ്ങോട്ട് മാന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കൂലല്ലോ. അങ്ങനെ ആ പണിയൊക്കെ അവിടെ കഴിഞ്ഞ് കിട്ടിയിരുന്നു. ഇനി നമുക്ക് എന്തായാലും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ ഇത് കുറേ ദിവസം മുന്നേ പെരയിന്ന് കൊണ്ടുവന്നതിന് കുറച്ച് ചെറിയമ്പാണ് കേട്ടോ. ചെറിയ ചേമ്പാണ്, ചെറിയ ചേമ്പത്തുണ്ടാവുമല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഇത് നന്നാക്കാന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക ടാസ്ക് തന്നെയാണ് അല്ലേ. ഇതിങ്ങനെ തോലിങ്ങനെ വരണ്ടിക്കണമെങ്കിൽ ചക്കക്കുരു മാതിരിയാണ്, കുറച്ച് നേരം വരണ്ടി ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഇത് വരണ്ടാതെ നമുക്കൊരു ഐഡിയയിലാണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആദ്യം അത് കുറേ ദിവസമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഈ ചെറിയമ്പ് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് അങ്ങോട്ട് നാസാവുന്ന സാധനം ഒന്നല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതിന് കുറച്ചെടുത്തുകൊണ്ട് ആദ്യം ചാറുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ബാക്കിയുള്ളതേനു ഇട്ടത്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ചെറിയൊരു ചാറങ്ങോട്ട് വെക്കാമെന്ന് കരുതിങ്ങാണ്ട് ഏതായാലും അതിൽ കേടുണ്ടോയെന്നൊക്കെ നോക്കിയാണ്ട് നല്ലതും കേടൊക്കെ തിരഞ്ഞിങ്ങാണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിക്കണ്. ഇനി എന്തായാലും നല്ലോണം ഒന്ന് കേക്ക് നന്നാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുള്ളൂ എന്ന് കരുതിങ്ങാണ്ട് നിങ്ങൾ ഇടങ്ങാറാവണ്ട. ഇത് ഇത്ര തന്നെ മതി ഒരു കറിക്ക്. അപ്പോൾ ഇത് നല്ല കോപ്പില്ലൊരു സാധനമാണല്ലോ. അപ്പോൾ ഇതിന് നല്ല ചളിയും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതൊക്കെ നല്ലോണം കേക്കിങ്ങാണ്ടൊന്ന് കളഞ്ഞെടുക്കും. അങ്ങനെ ഇതിൻ്റെ തൊലി നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കളഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലോണം കേക്ക് എന്നാക്കിങ്ങാണ്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം പാർന്നു കൊടുക്കണം. അതായത് നല്ലോണം അങ്ങോട്ട് വേണ്ടേനും ഒന്നങ്ങോട്ട് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒന്നും പാർന്നു കൊടുത്തുകൊണ്ടേ നമുക്ക് നല്ലോണം അങ്ങോട്ട് 2 വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയുമ്പോൾ അവിടെ വിസിലടിച്ചാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ കുറച്ച് മീൻ കിട്ടീന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ സീഡി മുള്ളനോ അങ്ങനെ എന്തൊക്കെയോ ആണ് സംഭവം. നല്ല പെരുന്നൊരു മീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നന്നാക്കാൻ പിന്നെ വലിയ പണിയൊന്നുമില്ല. അതിൻ്റെ പുറത്തുള്ള ആ ഒരു എന്താ പറയുക ഇങ്ങനെ ചിരണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു ജാതി പൊടി ഉണ്ട്, നമ്മൾ തളമീനൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു പൊടി മാറ്റത്തൊരു തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് നന്നാക്കി എടുക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. നല്ല പെരുന്ന മീനാവുകൊണ്ട് വേഗം പണി ഒരുങ്ങും. പിന്നെ നല്ല ചെളുക്കിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ നന്നാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ നന്നാക്കിയൊക്കെ എടുത്തിക്കണ്. ഇവിടെ നമ്മളെ ഫിതക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മീൻ. ഈ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് നല്ലോണം ചോറൊക്കെ തിന്നും. മറ്റവർക്കൊന്നും വലിയൊരു ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും അതവിടെ നന്നാക്കിങ്ങാണ്ട് നല്ലോണം കേക്ക് നന്നാക്കി എടുത്തിക്കണ്. അപ്പം ഇനി മീനിക്ക് ചതവൊന്നും ഉണ്ടായില്ല കേട്ടോ. ഉള്ളി പിന്നെ ഇഞ്ചി ഇതൊക്കെ ചതച്ചത് കഴിഞ്ഞിരുന്നു. സാധാരണ ഞാൻ ചതച്ചിങ്ങാണ്ട് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ ഇക്കുറി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ എന്തായാലും ഒരു 4 ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടി തോലൊളിച്ചിങ്ങാണ്ട് മീനിക്ക് മാത്രം ഒന്ന് തോലൊളിച്ചിങ്ങാണ്ട് അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ മുറ്റത്ത് കൂടെ കണ്ടാണ്, അതിൻ്റെ ഒരു ഇലയും കൂടി അങ്ങോട്ട് എടുത്തിക്കണം. അങ്ങോട്ട് എടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ചൊയ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ മീനിക്കുള്ള മസാല മുളകും പൊടി മഞ്ഞൾപ്പൊടി എന്താ പറയുക കുരുമുളകും പൊടി ഉപ്പും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിങ്ങനെ ചതവൊക്കെ ഉണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് സുർക്കയും കൂടി അങ്ങോട്ട് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ടുകൊണ്ട് നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം.
നമ്മളിങ്ങനെ ചതച്ചെടുക്കുമ്പോൾ നല്ലോണം അങ്ങോട്ട് പേസ്റ്റ് മാതിരി അരിഞ്ഞ് കിട്ടുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ നീര് മാത്രം ഉറ്റിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ മീനൊക്കെ ഇതൊക്കെ നല്ലോണം മസാല വെച്ചാണ് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു മൺചട്ടി തന്നെയാണ് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചാറൊക്കെ കാര്യമായിട്ട് മൺചട്ടി തന്നെയാണല്ലോ ഉണ്ടാക്കൽ. അപ്പോൾ ഈ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പാർന്നുകൊണ്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചുകൊണ്ട് 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. 2 പച്ചമുളകും തക്കാളിയും കൂടി ഈ എണ്ണയിൽ ഒന്നങ്ങോട്ട് വാടി വരട്ടെ. അപ്പോൾ അതിന് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ചേമ്പത്ത് ഇതാക്കണ് നല്ലോണം വെന്തുക്കണം കേട്ടോ. നമ്മൾ മീൻ നന്നാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വിസിൽ ഏറെ അടിച്ചിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വേറിപ്പോയിക്കണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് തോലിങ്ങനെ ചിരണ്ടി നിൽക്കാതെ നമുക്ക് ഇതേപോലെ കുക്കറിൽ 2 വിസിലണ്ട് അടിച്ചാലേ ഇതേപോലെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങോട്ട് തോല് കഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ അങ്ങോട്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. മറ്റേ നമ്മൾ കുറേ നേരം ഇങ്ങനെ ചക്കക്കുരുവിൻ്റെ മാതിരി തന്നെ വരണ്ടി കോരി ഇങ്ങനെ നിൽക്കണ്ടേ. ഇത് കുറച്ച് വേവ് കൂടിയിരിക്കണം കേട്ടോ. കാരണം നമ്മൾ ഒരു വിസിൽ അധികം അടിച്ചു, പിന്നെ അതിൻ്റെ എയർ പോവളം നിന്നും ചെയ്തു. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ വിസിൽ പാകത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വൃത്തിയായിട്ട് അതിൻ്റെ തോലൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. പിന്നെ കേടെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തോല് കളയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമ്മളെല്ലാതും ഈ ഒരു കോലത്തിൽ അങ്ങോട്ട് തോലൊക്കെ കഴിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേതിങ്ങനെ നമ്മളിങ്ങനെ ഇതാക്കി നിൽക്കണ്ടേ കുറേ നേരം. ചെറിയതല്ലേ ഇത്, നമുക്ക് വരണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിരിക്കുന്നു. അപ്പോഴത്തേന് നമ്മളെ തക്കാളി ഇവിടെ അത്യാവശ്യം നല്ലോണം വാടി വന്നിരിക്കുന്നു. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മുളകും പൊടി ഇടണം നിർബന്ധമൊന്നുമില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാലും മതി. പിന്നെ നമ്മൾ പേരിന് മാത്രം കുറച്ച് മല്ലിപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ എണ്ണയിലിട്ടുകൊണ്ട് ആ മസാലയൊക്കെ ഒന്ന് നല്ലോണം വാട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മളെ ചേമ്പത്ത് ഇതാക്കുന്ന തോലൊക്കെ കളഞ്ഞ് വെച്ചതിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വാട്ടി കൊടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് അങ്ങോട്ട് പിടിച്ചാൻ വേണ്ടിക്കാണ്ട് ഒന്നാണ്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ഇതിക്ക് കറിക്ക് പാകത്തിനുള്ള വെള്ളം കൂടി അങ്ങോട്ട് വാർന്നു കൊടുക്കാം. പിന്നെ ചെറിയമ്പ് പറഞ്ഞാൽ അത്യാവശ്യം ഇത് നല്ലോണം വെന്തതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നാണ്ട് ഉടച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നല്ലോണം ഉടച്ച കറിയാണ് വേണ്ടതെങ്കിൽ നല്ലോണം ഒന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നല്ലോണം ഇങ്ങോട്ട് ഉടച്ചു കൊടുക്കണമെന്നില്ല, കുറച്ചൊന്നും ഇങ്ങോട്ട് ഉടച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ ഇതിക്ക് പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിങ്ങ വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞാണ്ട് അതും കൂടെ ഒന്ന് വാർന്നു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറഞ്ഞൊരു പുളി ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഓഫാക്കി വാങ്ങിയൊക്കെ വെച്ചിട്ട് നല്ല പുളിയുള്ള തൈരുണ്ടല്ലോ അത് പാർന്നുകാണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുളിങ്ങ എല്ലാവരും നല്ലത് ഒന്നും കൂടി നല്ല പുളിയുള്ള തൈര് പോരാവും കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ കറിയൊക്കെ അവിടെ റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ആ മീനും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പച്ചപ്പയർ കിട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ അതും കൂടെ ചെറിയൊരു ഉപ്പേരി ഞങ്ങൾ വെക്കാമെന്ന് വെച്ചിങ്ങാണ്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് കടുവും കരിവേപ്പിൻ്റെ ഞങ്ങൾ പൊട്ടിച്ചിങ്ങാണ്ട് ഒരു വെല്ലുള്ളിൻ്റെ പകുതിയാണ് കേട്ടോ. അതൊന്നും അങ്ങോട്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിങ്ങാണ്ട് അതും കൂടി ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് നമ്മൾ കേക്ക് നന്നാക്കി വെച്ചിന് പയറും കൂടെ ഇട്ടുങ്ങാണ്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഇപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിക്കെന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും പാർന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ ഉപ്പേരിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ തീയിലിട്ടുകാണ്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും പാരേണ്ട ആവശ്യമില്ല. നല്ലോണം ആവി കയറിങ്ങാണ്ട് തന്നെ അതങ്ങനെ അടച്ച് വെച്ചാൽ തന്നെ വേവും. അപ്പോൾ എന്തായാലും അതവിടെ വേവുമ്പോൾ തന്നെ നമ്മൾ മീൻ ഇതൊക്കെ ഒന്നങ്ങോട്ട് ഒരു ഭാഗം വെന്ത് വന്നിട്ട് ഇനി അതൊന്നങ്ങോട്ട് മറിച്ചിട്ടും കൂടി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ മീനൊക്കെ അവിടെ പൊരിച്ച് കോരിയെടുത്തിക്കണം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്നും പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല, പകുതി മാത്രമേ പൊരിച്ചിട്ടുള്ളൂ കേട്ടോ. പകുതി വൈകുന്നേരത്തിന് വേണമെങ്കിൽ അപ്പോഴും പൊരിച്ചാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ ഫിതക്കൂട്ടി ഇതൊക്കെ ഇവിടെ മീനൊക്കെ പൊരിച്ചില്ല കഴിഞ്ഞ് ചോറ് വെച്ചാലുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഒരു നുള്ളിൽ ചോറ് ചെറിയ പ്ലേറ്റിൽ വിളമ്പെടുത്തിക്കണം. മീൻ പൊരിച്ച കണ്ടപ്പോൾ ഉള്ളൊരു ചോറ് ചെയ്യാൻ കേട്ടോ. പിന്നെ അതൊരു ഞായറാഴ്ച ദിവസത്തെ വ്ളോഗായതുകൊണ്ട് തന്നെ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന്. അങ്ങനെ എന്തായാലും അതിൻ്റെ അടിയിൽ കൂടെ കുറച്ച് കോളിഫ്ലവർ കൊടുന്നും കൂടെ ഉണ്ടായിന് കേട്ടോ. അപ്പം എന്നാൽ അതും കൂടി എന്നാൽ പൊരിച്ചെടുക്കുക എന്നുള്ള പരിപാടിയിലാണ്. അത് കൊടുന്നിട്ട് എന്തായാലും 2 ദിവസം അയക്കണം. ഇനിയിപ്പോൾ അത് പാത്ത് വെച്ചാൽ കേട് രോഗമെന്ന് കരുതിയാണ്ട് എന്തായാലും അതൊന്ന് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഊറ്റിയെടുത്തതാണ് കേട്ടോ. പിന്നെ അതിക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയിട്ട് ഇതൊക്കെ പൊരിച്ചുമ്പോൾ പിന്നെ കോളിഫ്ലവറും അതേപോലെ നമ്മൾ കുറച്ച് അരിപ്പൊടിയൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടില്ലേ.
അപ്പോൾ അതൊക്കെ കൂട്ടിക്കാണ്ട് നല്ലോണം മസാലയൊക്കെ കൂട്ടി വെച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കളറും കൂടി കൂട്ടിക്കണ്, ഒന്നങ്ങോട്ട് കളർ ഉണ്ടാവാൻ വേണ്ടി കാണും. ഇതൊക്കെ പൊരിച്ചൊരു പാത്രത്തിൽ കൊടുക്കുമ്പോൾ കുറച്ചൊരു കളറില്ല ഞാനൊരു എന്താ പറയുക മൊഞ്ചില്ലല്ലേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കളറൊക്കെ കൂട്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ പയറുപ്പേരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ. പിന്നെ തേങ്ങയൊന്നും ചതച്ചിടുന്നില്ല, അങ്ങനെ തന്നെയാണ് വെക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തലേ ദിവസം രാവിലെ ബൂരി ചുട്ടീന് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ ചട്ടിയിൽ. അതാണ് ചൂടാക്കിയാണ്ട് അതിൽ 2 പപ്പടം ആദ്യം അങ്ങോട്ട് പൊരിച്ച് കോരി എടുക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മളെ ഫ്ലവർ അതിൽ തന്നെ അങ്ങോട്ട് പൊരിച്ചാലോ. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് കോരി വെച്ചിട്ട് പിന്നെ നമ്മളെ മസാലയൊക്കെ തേച്ച് വെച്ചിന് ഫ്ലവറും കൂടി അതിലിട്ട് കൊണ്ടൊന്നാണ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു ഫ്ലവർ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊന്നും പൊരിച്ചെടുക്കണില്ല. എന്തായാലും ഫുള്ളായിട്ട് അവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്നു. ബാക്കിയില്ല നമുക്ക് നാളെയും പൊരിച്ചാലും. ഇനി ഒരു ഫ്ലവർ എന്നൊക്കെ പറഞ്ഞാൽ ചൂടോടക്കം കിടക്കുന്നതാണല്ലേ, ചൂടാറിയാലും ഇതൊന്നും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും പകുതി ആകുമ്പോൾ പാകത്തിനാവും ചെയ്യും. പിന്നെ ഓരോ കണ്ട മീനും ഉണ്ടല്ലോ, അതിനൊക്കെ കണ്ട് പകുതി മാത്രമേ പൊരിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ ഫ്ലവർ പൊരിയൊക്കെ ഇവിടെ കഴിഞ്ഞ് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഭവങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ഞെക്കി വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അപ്പോഴേക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ വീഡിയോനെ പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ റെസിപ്പീസ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ വീഡിയോകളാണ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.